ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹിന്ദി പെഡഗോജിയുടെ ഒരു പാർട്ടാണ്. ഭാഷാ ശിക്ഷണമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് എന്ന് പറയുന്നത് ഭാഷ അർജൻ കോ പ്രഭാവിത് കർനെ വാലെ കാരക്. ഓക്കെ, ഭാഷ അർജനെ ഭാഷ അർജനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാഷ അർജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നും ഫാമിലി ഫ്രണ്ട്സിൽ നിന്നൊക്കെ ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഭാഷ അർജൻ. അതിൽ സ്വാധീനം ചെലുത്തുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഭാഷ അർജൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇതിന് മുമ്പത്തെ വീഡിയോ ഭാഷ അർജൻക്ക് വിദ്യാം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഭാഷ അർജൻ എന്താണ് എന്നതിനെക്കുറിച്ച്. वातावरण, माता पिता और ऐसे व्यक्तियों के समूह में रहकर ഭാഷ सीखते हैं. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നോം ചോംസ്കിയുടെ ഒരു ഇതുണ്ട്, അദ്ദേഹവും ഭാഷ അർജനെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഭാഷ അർജൻക്ക് ക്ഷമത ബാലകോമൻ ജന്മജാത് ഹോത്തി ഹെ, ജന്മത്തോടു കൂടി കുട്ടികളിൽ ഭാഷ പഠിക്കാനുള്ള ഒരു സ്കിൽ അവർക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. ഭാഷ അർജൻ കോ പ്രഭാവിത് കർനെ വാലെ കാരക്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ മൊത്തം 5 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നതിനപ്പുറം ഇത് മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഒരു ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും കാറ്റഗറിയിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നാമത്തേതാണ് പരിവേഷ്. പരിവേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട്. ഓക്കെ, രണ്ടാമത്തേത് സീഖ്നേക്ക് ഇച്ഛാശക്തി, അറിയാനുള്ള ആഗ്രഹം. മൂന്നാമത്താണ് ഭാഷാക്ക ചാത്രിക ജീവൻ സെ സംബന്ധ്, കുട്ടിയുടെ ജീവിതമായിട്ട് എത്രത്തോളം അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ചാത്രിക മാനസിക് തഥാ ശാരീരിക് സ്ഥിതി. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ചിൽഡ്രൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ശബ്ദ ഭണ്ഡാർ കാ വികാസ്, വൊക്യാബുലറി ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ഫാക്ടറിലേക്ക് പോകുന്നതിന് മുമ്പ് പരിവേഷ്, സീഖ്നേക്ക് ഇച്ഛാശക്തി, ഭാഷാക്ക ചാത്രിക ജീവൻ സെ സംബന്ധ്, ചാത്രിക മാനസിക് തഥാ ശാരീരിക് സ്ഥിതി, ശബ്ദ ഭണ്ഡാർ കാ വികാസ്. ഇത്രയുമാണ് ഫാക്ടേഴ്സായിട്ട് വരുന്നത്. നമുക്ക് ഓരോന്നിലൂടെ പോവാം. പരിവേഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചുറ്റുപാടാണ്. ഓക്കെ, ഒരു ഭാഷ പഠിക്കുമ്പോൾ ആ ചുറ്റുപാട് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ലേണിംഗ് ആണ്. ഭാഷ അർജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷനാണ്. ഓക്കെ, ഈ ഭാഷ അർജൻ നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കുന്നതാണ്, ഇമിറ്റേഷനിലൂടെയൊക്കെ. അതാണ് ഭാഷ അർജൻ. അപ്പോൾ ഇവിടെ പരിവേഷ് അല്ലെങ്കിൽ ചുറ്റുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാലക് അപ്പനെ പരിവാർജനോं के द्वारा प्रयोग में लाई जाने वाली ഭാഷ का അനുകരണം करता है. എന്ന് വെച്ചാൽ എന്താണ്? മുതിർന്നവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. यदि परिवेश में भाषा का उच्चारण गलत होता है तो बालक भी गलत उच्चारण सीखता है. ഉച്ചാरण സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അതായത് ചുറ്റുപാടിലെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ ലാംഗ്വേജിൻ്റെ ഉച്ചാരണമൊക്കെ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് എന്നാൽ നമ്മുടെ ലാംഗ്വേജിലും ആ തെറ്റ് ആവർത്തിക്കും. ഓക്കെ, അതായത് ഒരു കുട്ടി ഏത് ചുറ്റുപാടിൽ ജീവിക്കുന്നു ആ ചുറ്റുപാടിൽ എന്തെങ്കിലും ഭാഷാപരമായ തെറ്റുകളുണ്ടെങ്കിൽ ആ കുട്ടിയെ തീർച്ചയായിട്ടും അത് സ്വാധീനിക്കും. ഓക്കെ, രണ്ടാമത്തേതാണ് സീഖ്നേക്ക് ഇച്ഛാശക്തി, അറിയാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹം. അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കുട്ടികൾ ശ്രമിക്കുമ്പോഴാണ് അവരത് പഠിക്കുന്നത്. അപ്പോൾ സ്വയം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ബാലക് ഭാഷ തബ് തക് നഹി സിഖായി ജാ സക്തി ജബ് തക് ഉസ്കി ഭാഷ സീഖ്നേക്ക് ഇച്ഛാ നാ ഹോ. അപ്പോൾ നമ്മളുടെ ആഗ്രഹം അതെന്തോരം ഉണ്ട്, അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അത് സ്കൂളിലാണേലും ഔട്ട്സൈഡ് ആണേലും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അടുത്തതിലേക്ക് പോകാം. ഭാഷാക്ക ചാത്രിക ജീവൻ സെ സംബന്ധ്. ഓക്കെ, ലാംഗ്വേജ് ഒരു കുട്ടിയുടെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ബാലക് ഉൻ വിഷയ വസ്തു को जल्दी सीख और समझ लेता है जिसका संबंध उसके दैनिक जीवन से होता है. ഓക്കെ, പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലാണ് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഒരു ലാംഗ്വേജിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
അല്ലെങ്കിൽ ഇപ്പോൾ കവിതകളുണ്ട്, കഹാനിയുണ്ട്, മീൻസ് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. ആ ലാംഗ്വേജിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓക്കെയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല വായിക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ അത് അവരുടെ ഒരു ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പം നമ്മൾ എന്താണോ ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചർ മാത്രമല്ല, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാണ്. ചിലർക്ക് കമ്മ്യൂണിക്കേഷനിലാണ് താല്പര്യം, ചിലർക്ക് ലിറ്ററേച്ചർ സൈഡിലാണ് താല്പര്യം. പക്ഷേ നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് എടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ലാംഗ്വേജ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചിലർക്ക് ലിറ്ററേച്ചറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അത് പേഴ്സണൽ ചോയ്സാണ്. സോ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഓക്കെ, എങ്കിലാണ് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ലാംഗ്വേജിന് മീൻസ് ലിറ്ററേച്ചറോട് താല്പര്യമില്ലാത്ത ഒരാളുടെ അടുത്ത് കുറേ ബുക്കുകൾ കൊണ്ട് കൊടുത്തിട്ട് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് നമ്മളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിലാണ് ഭാഷാ അർജൻ പോസിബിൾ ആകത്തുള്ളൂ. നെക്സ്റ്റാണ് ഛാത്രയ്ക്ക് മാനസിക് തഥാ ശാരീരിക് സ്ഥിതി, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വരയന്ത്ര. ഓക്കെ, നമ്മൾ സ്വരം പുറപ്പെടുവിക്കുന്ന തോട്ടിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, തൊണ്ടയുടെ ഭാഗം, അതൊക്കെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണം. എങ്കിലാണ് ഒരു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ലാംഗ്വേജ് പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ രണ്ട് ഫാക്ടേഴ്സും ഭാഷാ അർജനിലെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നെക്സ്റ്റാണ് ശബ്ദ ഭണ്ഡാർക്ക വികാസ്. ഓക്കെ, വൊക്യാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു ബേസിക് വൊക്യാബുലറി ഉണ്ടെങ്കിലാണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാലക്കെ ഭാഷാ വികാസ് में शब्द भंडार बहुत ही महत्वपूर्ण भूमिका निभाता है. वर्णों से शब्दों तथा शब्दों से वाक्य बनते हैं. എന്താണ്, ആദ്യം ധ്വനികളുണ്ടാവും, അതിൽ നിന്ന് വർണ്ണ, പിന്നെ അതിൽ നിന്ന് ശബ്ദങ്ങൾ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വാക്യം സെൻറ്റൻസസ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഭാഷാ അർജൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് നമ്മൾ ആദ്യം ചെറിയ സ്വരങ്ങൾ പഠിക്കുന്നു, പിന്നെ അതിൽ നിന്ന് ശബ്ദങ്ങൾ പഠിക്കുന്നു, അതിൽ നിന്ന് സെൻറ്റൻസസ് പഠിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പ്രോപ്പറായിട്ടൊരു ഡെവലപ്മെൻറ്റ് നടന്നാലാണ് ഭാഷാ അർജൻ പോസിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്ന് ബാക്കപ്പ് എടുക്കുക. ഭാഷാ अर्जन पर निम्न ഓക്കെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. പരിവേഷ്, सीखने की इच्छाशक्ति, भाषा का छात्र के जीवन से संबंध, छात्र की मानसिक तथा शारीरिक स्थिति, പിന്നെ ലാസ്റ്റത്തേതാണ് ശബ്ദ ഭണ്ഡാർ കാ വികാസ്. ഇത്രയും ഫാക്ടേഴ്സാണ് ഭാഷാ അർജനിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഭാഷാ അർജൻ്റെ ടോപ്പിക്ക് കവർ ചെയ്തെന്ന് തോന്നുന്നു. ഭാഷാ അർജൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, നേരത്തെ സീസൺസിൽ. ഇപ്പോൾ 2 വീഡിയോ കൂടി അതിനകത്ത് ആഡ് ചെയ്തു. ഓക്കെ, so guys, stay tuned for the next video. तब तक के लिए ओके बाय.